സിഒയുടെ സംസ്ഥാന കൺവെൻഷന്റെ രണ്ടാം ദിനമായ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാനായ കെ.വി. കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് നിർവഹിക്കും. കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസ് അവാർഡ് വിതരണത്തിന്റെ പ്രൗഢഗംഭീരമായ പരിപാടിയും ഇന്ന് നടക്കും. വിവരങ്ങളുമായി ഇപ്പോൾ സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, സിഒയുടെ സംസ്ഥാന കൺവെൻഷന്റെ രണ്ടാം ദിനമായ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടെ എത്തുന്നുണ്ട്, മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഹരിത കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സേവന രംഗത്ത് 35 വർഷം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് 14ാമത് സംസ്ഥാന കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത് തിരുവനന്തപുരത്ത് കൺവെൻഷൻ വേദിയാകുന്നു. തിരുവനന്തപുരത്തെ മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന പരിപാടി ഇന്നിപ്പോൾ രണ്ടാം ദിവസമാണ്. ഇന്നലെ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ആയിരുന്നു. വലിയ മനോഹരമായ ഒരു തുടക്കം കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കൺവെൻഷന് തുടക്കം ഇട്ടു എന്ന് വേണം പറയാൻ. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ കൺവെൻഷന് പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. കൂടാതെ തന്നെ പുതിയ ഒരു പ്ലാൻ, കേരള വിഷന്റെ പുതിയ ഒരു പ്ലാൻ ഇന്നിപ്പോൾ പരിചയപ്പെടുത്തും. കെ.വി. കണക്ട് പ്ലാന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതും പ്രതിപക്ഷ നേതാവാണ്. ഇന്നലെ ഉദ്ഘാടന പരിപാടികൾക്ക് ശേഷം പുതിയ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വൈകിട്ടോടുകൂടി തന്നെ കേന്ദ്ര ബജറ്റ് ഒരു ചർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രമുഖരാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത്. കേരള വിഷൻ ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ കൂടിയായ MS ബനേഷ് ആയിരുന്നു ഈ ചർച്ചയുടെ മോഡറേറ്റർ എന്ന് പറയുന്നത്. യൂണിയൻ ബജറ്റിനെ വിശദമായിട്ട് തന്നെ ഇന്നലത്തെ ബജറ്റ് ഇൻസൈറ്റ് എന്ന ചർച്ചയിൽ സംസാരിച്ചു. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തി എന്നുള്ളതാണ്. അതിനുശേഷം രാത്രിയോടുകൂടി തന്നെ കലാപരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്നു. രണ്ടാം ദിവസമായ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേരള വിഷൻ പുതിയതായിട്ട് പരിചയപ്പെടുത്തുന്ന കെ.വി. കണക്ട് എന്ന പ്ലാനിന്റെ ഉദ്ഘാടനം ഉണ്ടാകും. അതിനുശേഷം വീണ്ടും കൺവെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അതുപോലെ തന്നെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള അനൗൺസ്മെന്റും ഒക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൺവെൻഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടിക്ക് കൂടി തലസ്ഥാനം വേദിയാകുന്നു എന്നുള്ളതാണ്. അതായത് ഈ 14 ജില്ലകളിൽ നിന്നുമുള്ള കുടുംബശ്രീ യൂണിറ്റുകളെ കേരള വിഷൻ ന്യൂസ് പ്രത്യേകം ആദരിക്കുന്നുണ്ട്. ഓരോ ജില്ലയിലെയും 10 യൂണിറ്റുകളെ വീതമാണ് അത്തരത്തിൽ തെരഞ്ഞെടുത്ത് അവർക്ക് ആദരവ് നൽകുന്നത്. അത്തരത്തിൽ തിരുവനന്തപുരത്തെ യൂണിറ്റുകളെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നു. അതിനും ഈ മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്റർ തന്നെ വേദിയാകുമെന്നുള്ളതാണ്. ഒരു പ്രൗഢഗംഭീരമായ പരിപാടി തന്നെയാണ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. റവന്യൂ മന്ത്രി കെ രാജനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം മേയർ ഉൾപ്പെടെയുള്ളവർ, A റഹീം MP ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ സംബന്ധിക്കും. കൂടാതെ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട താരങ്ങൾ സുരഭി, ലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുമെന്നുള്ളതാണ്. അതിനുശേഷം കുടുംബശ്രീ യൂണിറ്റുകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് പരിപാടി ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സിഒയുടെ 14ാമത് സംസ്ഥാന കൺവെൻഷനും അതുപോലെ തന്നെ കുടുംബശ്രീ യൂണിറ്റുകളെ ആദരിക്കുന്ന പരിപാടിയും ഇന്ന് തന്നെ നടക്കും. കൺവെൻഷൻ ഇന്നോടുകൂടി സമാപിക്കുകയാണ്. 2 ദിവസത്തെ കൺവെൻഷനാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ കൺവെൻഷനിൽ തന്നെ നിരവധി നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പുതിയ കേരള വിഷന്റെ പദ്ധതികളും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പുതിയ ഒരു തുടക്കം കുറിക്കുന്നതിന് വേണ്ടി സിഒയെ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ ആയിരുന്നു ഈ കൺവെൻഷനിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൺവെൻഷന്റെ രണ്ടാം ദിവസത്തിലെ പരിപാടികൾ ആരംഭിക്കുക 9:30 മണിക്കായിരിക്കും. അതിനുശേഷം കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണം അത് വൈകിട്ട് 5:30 മണിയോടുകൂടിയാണ് നടക്കുന്നത്. ഈ 2 പരിപാടിക്കും വേദിയാവുക തിരുവനന്തപുരത്തെ ഈ മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്റർ ആയിരിക്കും. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ 2 പരിപാടികളിലും പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവാണ് കൺവെൻഷൻ പരിപാടിയിൽ മുഖ്യാതിഥിയായി ഇന്നെത്തുന്നത്. ശരി, സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്.